ബോബി ചെമ്മണ്ണൂരിനെതിരെ സ്വമേധയാ ഹൈക്കോടതി എടുത്ത കേസ് ഇപ്പോൾ പരിഗണിക്കുകയാണ്. ജയിൽ നാടകം കളിക്കാൻ പാടില്ല എന്ന രീതിയിൽ കോടതി നിഷ്കർഷമായ ചില ശാസനകൾ ഉന്നയിക്കുന്നുണ്ട്. കോടതിയോട് നാടകം കളിക്കരുതെന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ജാമ്യം റദ്ദാക്കാൻ പറയാൻ അറിയാമെന്നും ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. കേസ് വളരെ ഗൗരവത്തോടെയാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്. എസ് ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഹൈക്കോടതിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആരാധകരും എല്ലാവരും അവിടെ ഒത്തുചേർന്നതും ചില പരാമർശങ്ങൾ നടത്തിയതും നമ്മൾ മനസ്സിലാക്കുന്നു. പറയൂ വിവരങ്ങൾ. ബോബി ചെമ്മണ്ണൂരിന് അത്ര സുഖകരമായിരിക്കില്ല നടപടികൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതാ ഇപ്പോൾ കോടതിയിൽ നിന്നും അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജാമ്യം റദ്ദാക്കാൻ മടിക്കില്ല എന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനോട് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാടകം കളിക്കാൻ ഇറങ്ങരുത് കോടതിയോട് എന്ന് താക്കീത് നൽകുന്നു നിലവിലിപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അതിരൂക്ഷമായ വിമർശനം ഇപ്പോൾ കോടതിയിൽ നിന്നും നേരിടേണ്ടി വരുന്നു. അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടും എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂരിന് ഒരു തരത്തിലുള്ള ആനുകൂല്യവും നൽകില്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരുടെ കോടതി എന്തെങ്കിലും വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ശ്രീകാന്ത്, താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. കോടതിയോട് നാടകം കളിക്കരുത് എന്ന ശാസന രൂപത്തിൽ കോടതി ഇന്ന് പറഞ്ഞു. മാത്രമല്ല, ജാമ്യം റദ്ദാക്കാൻ തങ്ങൾക്കറിയാമെന്നും ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് കൊടുക്കുമെന്നും കോടതി ഇന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിനിശ്ചിതമായ നിലപാടാണ് കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത് വീണ്ടും ചേരുന്നു. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാടകം കളിക്കരുത് എന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു. കോടതിയോട് നാടകം കളിക്കരുത്, സൂക്ഷിച്ചു വേണം ഇത്തരം പെരുമാറ്റം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനോട് പറയുന്നത്. ജാമ്യം റദ്ദാക്കാൻ പറയാൻ അറിയാമെന്ന് ഹൈക്കോടതി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് മുന്നറിയിപ്പ് നൽകുന്നു. ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകും എന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടും എന്ന് ഒരു പടി കൂടി കടന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് പറയുന്നു. വേണ്ടി വന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകും എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെയാണോ ഒരു പ്രതി പെരുമാറേണ്ടത്? സീനിയർ അഭിഭാഷകനെ കൂടി പ്രതി അപമാനിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ഈ ബോബി ചെമ്മണ്ണൂർ ആരാണ്? നീതിന്യായ വ്യവസ്ഥ ഇവിടെയുണ്ട് എന്നിപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് മുകളിലാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് അതീതനല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. 4/8 ഓർഡർ ഹൈക്കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതാണ്. 4:45 മജിസ്ട്രേറ്റ് കോടതി റിലീസ് ഉത്തരവ് നൽകി. അന്വേഷണം 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകും എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത്. അതായത് കയ്യിലിരിപ്പ് വീണ്ടും ബോബി ചെമ്മണ്ണൂരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ തന്നെ കയ്യിലിരിപ്പ് ബോബി ചെമ്മണ്ണൂരിന് രൂക്ഷ വിമർശനം കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്നു. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് B രാമൻപിള്ള കൂടി അപമാനിതനാവുകയാണ് ഹൈക്കോടതി മുറിയിൽ. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഈ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെന്തെങ്കിലും നീക്കം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? കാരണം ഇദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞല്ലോ. നിലവിൽ കോടതി അതൊരു മുന്നറിയിപ്പായി നൽകിയതാണ്. അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമൊന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉള്ളതായി കാണുന്നില്ല. കാരണം മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് B രാമൻപിള്ളയാണ് അവിടെ ഹാജരായി നിൽക്കുന്നത്. അതിനാൽ തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം ഇതുവരെയും കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. തൻ്റെ ക്ലയൻറ്റിന് അനുകൂലമായ സമീപനം എന്തായാലും അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് 12 മണിക്ക് കാരണം കാണിച്ച് വിശദീകരണം നൽകാൻ കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കകം ഈ വിഷയത്തിന്മേൽ
കാരണം കാണിച്ച് കാരണം ബോധിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറയുന്നത്. അല്ലെങ്കിൽ ജാമ്യം ഞാൻ റദ്ദാക്കും എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നു. അതായത് ഇന്നിപ്പോൾ ഈ സമയം ഇപ്പോൾ 10:24 ഇനി 12 മണിക്കുള്ളിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ ഇന്നലെ നടന്ന നാടകവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകണം. അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യം റദ്ദാക്കും, തിരിച്ചകത്തേക്ക് തന്നെ പോകേണ്ടി വരും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചി എറണാകുളം ജില്ലാ ജയിലിൽ നിന്ന് അല്പം മുമ്പാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത്. ഹണി റോസ് നൽകിയ കേസിൻ്റെ വെളിച്ചത്തിലാണ് ഇത്തരം വിവാദങ്ങളെല്ലാം ഉണ്ടായത്. അവസാനം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു.